വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ്, കേരള PSC സിലബസ് ബേസ്ഡ് പ്രിപ്പറേഷനില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള സബ്ജക്ട് GST ആണ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കഷൻ ഫിനിഷ് ചെയ്തത് കോമ്പോസിറ്റ് സപ്ലൈ എന്താണ്, മിക്സഡ് സപ്ലൈ എന്താണ്, ഇതിന്റെ ഡിഫറൻഷിയേഷൻസ് അല്ലെ, എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ്, ദെൻ കൺസെപ്റ്റ്സ്, പ്രോബ്ലം, ഇതൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ്, കുറച്ച് ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അതിലോട്ട് പോവാം. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. സോ നമ്മൾ ബുക്കിലൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് പ്യുവർ ലോ ആണിത്. അപ്പോൾ വായിക്കുന്ന സമയത്ത് അതിന്റെ ആക്ച്വൽ കൺസെപ്റ്റ് കിട്ടാൻ കുട്ടികൾ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ പോയിന്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചിട്ടാണ് എക്സ്പ്ലനേഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡീറ്റെയിൽസിലോട്ട് പോവാം. ഓക്കെ, സോ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ഉദ്ദേശിച്ചിട്ടുള്ള എന്താണ്? നമ്മൾ ഇതുവരെ ടാക്സ് കളക്ട് ചെയ്യുന്ന രീതി, അതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടില്ല. സോ ലെവി മീൻസ് എന്താ? ചാർജ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ അറിയേണ്ടതാണ് ഹു ഈസ് ലൈബിൾ ടു പേ ടാക്സ്, അല്ലെ? ഹു ഈസ് ലൈബിൾ ടു പേ ടാക്സ്, എന്തിന്റെ ബേസിലാണ് ടാക്സേഷൻ, അല്ലെ? ടാക്സ് GST ആരാണ് അടക്കേണ്ടത്? അപ്പോ ഇതിനെ പറ്റിയിട്ടാണ് നമുക്ക് ലെവി ആൻഡ് കളക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള. നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ്. എന്താണ് GSTയുടെ പല കാറ്റഗറീസ് ഏതൊക്കെയാണ്? CGST, SGST, UTGST, then IGST. ഓക്കെ, സോ അതിലെ കൺസെപ്റ്റിൽ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? CGST then SGST, ഇത് രണ്ടും കൂടിയിട്ട് വിത്തിൻ ദി സ്റ്റേറ്റ്, അല്ലെ? വിത്തിൻ ദി സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെന്താ പറയാ? ഇൻട്രാ സപ്ലൈ ആണെങ്കിൽ നമ്മള് CGSTയും SGSTയും കൂടിയിട്ടാണ് പേ ചെയ്യുക, അല്ലെ? ടോട്ടല് എത്രയാണോ ബില്ല് വന്നിട്ടുള്ളത് അതില് CGST പകുതി, ഇപ്പൊ 18% ആണെങ്കിൽ 9% CGST, 9% SGST. വിത്തിൻ ദി സ്റ്റേറ്റ് ആണ് സപ്ലൈ നടത്തിയിട്ടുള്ളതെങ്കിൽ ദെൻ UTGST ഉണ്ടായിരിക്കും. SGSTയുടെ കൂടെ UTGST, യൂണിയൻ ടെറിട്ടറിയുടെ ഉള്ളിലാണെങ്കിൽ UTGST ആയിരിക്കും. ഓൺ ദി അതർ ഹാൻഡ് ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ആണ് ഈ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളതെങ്കിൽ ഇന്റർ സ്റ്റേറ്റ്, അതിനെയാണ് പറയാ IGST, അല്ലെ? ഇന്റഗ്രേറ്റഡ് GST. സോ ഇതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. ആദ്യം എന്തിന്റെ ബേസിലാണ് GST എന്ന് ടാക്സ് ഇമ്പോസ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ഡിസ്കഷൻ നമ്മൾ ഫിനിഷ് ചെയ്തൊരു കാര്യമാണ്. ഈ പറയുന്ന 4 കാറ്റഗറീസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചാർജ് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയേണ്ടതാണ് ഹു ഈസ് ലൈബിൾ ടു പേ ടാക്സ്, ആരാണ് ഇത് അടക്കേണ്ടവരാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഗുഡ്സിന്റെ സപ്ലൈ ഉണ്ടാവും, സർവീസിന്റെ സപ്ലൈ ഉണ്ടാവും. അപ്പോ ഇതിനൊക്കെ നമ്മൾ സെക്ഷൻ 9ലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹു ഈസ് ലൈബിൾ ടു പേ ടാക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളതാണ് ഇത് സെക്ഷൻ 9 ഓഫ് CGST Act 2017. സെക്ഷൻ 9ലാണ് ഇതിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആരാണ് ശരിക്കും ടാക്സ് അടക്കേണ്ടവരാ? ഈ സെക്ഷൻ 9 വീണ്ടും സബ്സെക്ഷൻ 1, 2, 3, 4, 5 5 സബ്സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നും നമുക്ക് മൈന്യൂട്ടായിട്ട് പഠിക്കാനുണ്ട്. എന്നാൽ മാത്രമേ അതിനെ റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് വന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ലെവി മീൻസ് എന്താ? ചുമത്തുക, ചാർജ് ചെയ്യുക. അപ്പൊ ലെവി ആൻഡ് കളക്ഷൻ, അപ്പൊ ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ടാക്സ്, അല്ലെ, മേടിക്കണ്ടേ? ആരാണ് ടാക്സ് അടയ്ക്കണ്ടേ? അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ, ആരാണ് ഇപ്പൊ ടാക്സ് അടയ്ക്കണ്ടേ? ആരാണ് പ്രൊഡക്റ്റ് മേടിക്കണേ, അല്ലെ, സപ്ലൈ ചെയ്യുക, അവരല്ലേ ടാക്സ് അടയ്ക്കണ്ടേ? പക്ഷേ നമുക്ക് ഇവിടെ പല കാറ്റഗറീസ് ഉണ്ട്. ആരാണ് ശരിക്കും ടാക്സ് അടയ്ക്കണ്ടേ എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് സെക്ഷൻ 9ല് പല സബ്സെക്ഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അതില് ഫസ്റ്റ് സെക്ഷൻ 9 സബ്സെക്ഷൻ 1, then സെക്ഷൻ 9 സബ്സെക്ഷൻ 2, 3, 4, 5 ഇങ്ങനെ 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം പറയുന്നു. GSTനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. CGSTയും SGSTയും രണ്ടും കൂടിയിട്ട് വിത്തിൻ ദി സ്റ്റേറ്റ് ആണെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ UTGST ആയിരിക്കും. ഓക്കെ, 18% ആണ് ടാക്സ് വിത്തിൻ ദി സ്റ്റേറ്റ് വരണമെങ്കിൽ, അല്ലെ? ഹാഫ് CGSTയും ഹാഫ് SGSTയും, കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കണം. ഇനി വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ആണെങ്കിലാണ് ഇന്റർ സ്റ്റേറ്റ് വരുന്നത്. അപ്പൊ IGST ആണ്, ഇന്റഗ്രേറ്റഡ് GST. ഓക്കെ, ഇനി ഇതിൽ തന്നെ പല ചാർജസ് ഉണ്ട്.
പല പല ചാർജസ് ഉണ്ട്. ഇപ്പൊ ഫോർവേഡ് ചാർജ് എന്താണെന്ന് അറിയണം, റിവേഴ്സ് ചാർജ് എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്പർ 1 സെക്ഷൻ 9 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത് GST shall be levied on supply of goods, service or both except alcoholic liquor for human consumption. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെ പഠിച്ചിരിക്കണേ? ടാക്സേഷന്റെ കേസ് സെക്ഷൻ 7 പഠിച്ചിരിക്കണേ അല്ലേ? എങ്ങനെയാണ്, എന്താണ് സപ്ലൈ എന്നുള്ളത് നമ്മൾ എവിടെ പഠിച്ചേ? സെക്ഷൻ 7 സബ്സെക്ഷൻ 1 അല്ലേ? 1A പഠിച്ചു, 1B C D ഡീനെ അമെൻഡ് ചെയ്തിട്ട് 1A ആക്കി അല്ലേ? കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? GST കൊടുക്കുന്നത് ഷാൽ ബി ലെവിഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് എക്സെപ്റ്റ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ എന്ന് പറയുന്നത് GSTയുടെ ഉള്ളിൽ വരുന്നതല്ല. അങ്ങനെയാണെങ്കിൽ മാക്സിമം റേറ്റ് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നത് 20% പ്ലസ് 20% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 40% ആണ് മാക്സിമം ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുക മാക്സിമം റേറ്റ്. ഓക്കെ, ഇതില് 20 വിത്തിൻ സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ 20% ഈ പറയുന്ന CGST ആയിരിക്കും, 20% GST ആയിരിക്കും. ഓക്കെ, ഇനി പറയുന്ന 1 സ്റ്റേറ്റ് അനദർ ആണെങ്കിൽ IGST ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം എത്രയായിരിക്കും? രണ്ടും കൂടി ടോട്ടൽ 40% ആയിരിക്കും. അപ്പോൾ മാക്സിമം റേറ്റ് എന്ന് പറഞ്ഞാൽ 40% ആണ്. അതിനെ ബ്രേക്ക് ഡൗൺ ആക്കുമ്പോഴാണ് 20 പ്ലസ് 20 വരുന്നത്. നോട്ടിഫൈഡ് ബൈ ഗവൺമെന്റ്. അപ്പൊ ഈ റേറ്റ് തീരുമാനിക്കണം ആരാണ്? നോട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ. GST കൗൺസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? GSTനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതും ഒക്കെ ആരാണ്? GST കൗൺസിലാണ്. അപ്പൊ GST കൗൺസിലില് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ റേറ്റിൽ വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ മാക്സിമം റേറ്റ് എന്ന് പറഞ്ഞാൽ 40% ആണ്. ബ്രേക്ക് ഡൗൺ ആക്കുമ്പോൾ 20 പ്ലസ് 20. വാല്യൂ, അപ്പോ ഈ ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ അതിന്റെ വാല്യൂ തീരുമാനിക്കും. വാല്യൂ ഓഫ് സപ്ലൈ നമുക്കൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ ആസ് പെർ സെക്ഷൻ 15 അത് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോ ഈ GST ചാർജ് ചെയ്യുമ്പോൾ സപ്ലൈ ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ അതിന്റെ വാല്യൂന്റെ ബേസിലാണ് നമ്മളൊക്കെ ചാർജ് ചെയ്യുക. വാല്യൂ നമ്മൾ സെക്ഷൻ 15 പ്രകാരം ഇനി പഠിക്കും. ദെൻ കളക്ഷൻ ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് മാനർ. അപ്പോ എന്താണ് GST കൗൺസിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിലിപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത? ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ? അതാണ് നമ്പർ 1. ഇതിനാണ് പറയാ ഫോർവേഡ് ചാർജ്. സാധാരണ ആസ് യൂഷ്വൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഫോർവേഡ് ചാർജ് GST അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ GST ചാർജ് ചെയ്യുന്നു എങ്ങനെ? ഗുഡ്സോ സർവീസോ ബോത്തോ എക്സെപ്റ്റ് ആൽക്കഹോളിക് പ്രോഡക്റ്റ് 1% വേറൊരു പേഴ്സണ് കൊടുക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ആ ഗുഡ്സിന്റെ സർവീസിന്റെ വാല്യൂന്റെ ബേസിൽ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് അപ്ലൈ ചെയ്യാനുള്ള 40, ബ്രേക്ക് ഡൗൺ 20 ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് മാനർ. ഓക്കെ, നമ്മളപ്പോ ഇങ്ങനെ എന്താണ് പറയാ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു പ്രോഡക്റ്റ് വേറെ ആൾക്ക് സപ്ലൈ ചെയ്തു. അപ്പൊ സപ്ലയർ ഞാനാണ്, വേറെ ആളെ റിസിപ്പിയന്റ് ആണ് എങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണു അല്ലെ? സാധാരണ എന്താ നടക്കുക GSTയുടെ കേസില്? ഞാൻ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നു. ഇപ്പോ ഞാൻ ഈ പ്രോഡക്റ്റ് വിറ്റു, വിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് വിൽക്കുന്നു, വേറെ ആൾ റിസിപ്പിയന്റ് ആണ്, അയാൾ പേയ്മെന്റ് എനിക്ക് തരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ GST അടക്കണ്ടായിരിക്കും. ഈ GST ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അല്ലെ, രജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ GST രജിസ്ട്രേഷൻ നമ്പറുള്ള ആളാണ് ഞാൻ. അപ്പൊ ഈ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ആര് കൊടുക്കും? ഗവൺമെന്റിന് കൊടുക്കും. ഇതല്ലേ നമ്മൾ സാധാരണ നടക്കണം. ഇങ്ങനെ നടക്കുന്നതിനെയാണ് എന്താ പറയാ? റിവേഴ്സ് ചാർജ്. ഫോർവേഡ് ചാർജ്. എന്താണ് പറയാ? ഇപ്പൊ നമ്മൾ സാധാരണ പോകുന്നതിനാണ് എന്താ പറയാ? ഫോർവേഡ് ചാർജ്. സപ്ലയർ ആണ് ഡിപ്പാർട്ട്മെന്റിന് ഗവൺമെന്റിനെ അടയ്ക്കുക. നോ പ്രോബ്ലം, നോ കൺഫ്യൂഷൻ. ആദ്യം പഠിച്ചിട്ടുള്ളതാണ്. അതാണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 1. മൂവിംഗ് ടു നമ്പർ 2. അങ്ങനെയാണെങ്കിൽ അടുത്തത് സെക്ഷൻ 9 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത് GST ഓൺ പെട്രോളിയം പ്രൊഡക്റ്റ്. നമ്മൾ പെട്രോളിയം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പെട്രോൾ മാത്രമല്ല പല സംഭവങ്ങളുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? ഞാൻ അതിനെ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. CDPNA. എന്താണ് അതില്? C ക്രൂഡ് ഓയിൽ ഉണ്ടാവും, D ഡീസല്, P പെട്രോള്, സിമ്പിൾ ആയിട്ട് പെട്രോള്, then N നാച്ചുറൽ ഗ്യാസ്, then A മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിമാനത്തിനൊക്കെ പറത്താൻ വേണ്ടിയിട്ട് വേണ്ട ഫ്യൂവല്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് അപ്പോൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 2 വരുന്നതാണ് GST ഓൺ പെട്രോളിയം പ്രോഡക്റ്റ്. സാധാരണ പോലെ ഫോർവേഡ് ചാർജ് തന്നെയാണ് അവിടെ വരുന്നത്. ആരാണോ സപ്ലയർ
ആ സപ്ലയർ ആയിരിക്കും എന്തുണ്ടാവുക ടാക്സ് കളക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട വരാം. അപ്പൊ ഇവിടെ ഇത് രണ്ടും ഫോർവേഡ് ചാർജ് ആണ്, നോ കൺഫ്യൂഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കാനുണ്ടോ. നെക്സ്റ്റ് സെക്ഷൻ 9 സബ്സെക്ഷൻ 3-4 ഇവിടെയാണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു കാര്യത്തിലോട്ട് പോകുന്നത്. നമ്മൾ ഇത് രണ്ടും കണ്ടത് എന്താ, ഫോർവേഡ് ചാർജ് ആണ്. കറക്റ്റ് ആയിട്ട് സപ്ലയർ തന്നെ ടാക്സ് അടയ്ക്കണം. ഓൺ ദി അതർ ഹാൻഡ് ഹിയർ റിവേഴ്സ് ചാർജ് ആണ്. എന്താ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അവിടെ റിസീപ്പിയന്റ് ടാക്സ് അടക്കേണ്ടി വരും. എന്താണ് പറയുന്നത്, റിസീപ്പിയന്റ് ആരാണോ ഈ പറയുന്ന ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്യുന്നത് അയാൾ ടാക്സ് അടക്കേണ്ടി വരും. അതിനാണ് പറയാ റിവേഴ്സ് ചാർജിങ് മെക്കാനിസം, RCM. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരും വീഡിയോയിൽ കാണും. നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് ഇനി പഠിക്കാൻ പോകുന്ന എന്താന്ന് ഇപ്പൊ പറഞ്ഞു തരുന്നു. അപ്പൊ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 പറയുന്നത് ഗവൺമെന്റ് മേ നോട്ടിഫൈ ചെയ്തെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളും അവര് ഒരു ലിസ്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനാണ് പറയാൻ നോട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്, നോട്ടിഫൈ ചെയ്തിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നതാണ് സപ്ലൈ ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് സർവീസ്. നോട്ടിഫൈഡിനെ ഷോർട്ട് ആക്കിയിട്ട് N നോട്ടിഫൈഡിനെ എഴുതി വെച്ചിട്ടാണ്. നോട്ടിഫൈഡ് സെക്ഷൻ 4 2017 പ്രകാരം പല ഗുഡ്സിനും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. പല സർവീസിനും 13 പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഗുഡ്സ് ഗവൺമെന്റ് ഓൾറെഡി സെക്ഷൻ 9 സബ്സെക്ഷൻ 3 പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ, ഇവിടെ സപ്ലയർ ഗുഡ്സ് റിസീപ്പിയന്റിനെ കൊടുത്തു കഴിഞ്ഞാൽ recipient is actually payable GST. He is actually liable to pay GST. Section 9 subsection 3 പ്രകാരം ഗുഡ്സ് സെക്ഷൻ 4 പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള ആവട്ടെ, സർവീസ് 13 പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ, ഇതൊക്കെ സപ്ലയർ റിസിപ്പിയന്റിന് കൊടുക്കുമ്പോൾ റിസിപ്പിയന്റ് ഈസ് ആക്ച്വലി ലൈബിൾ ടു പേ GST. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സപ്ലയർ രജിസ്റ്റേർഡ് പേഴ്സൺ ആവണമെന്ന് പറഞ്ഞിട്ടില്ല, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആവണമെന്ന് പറഞ്ഞിട്ടില്ല. ആരും ആവട്ടെ, രജിസ്റ്റേർഡ് പേഴ്സൺ ആവട്ടെ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആവട്ടെ, ഏത് സപ്ലയർ ആണെങ്കിലും അയാൾ റിസിപ്പിയന്റിന് കൊടുക്കുമ്പോൾ റിസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും. എന്താ രജിസ്റ്റേർഡ് അൺരജിസ്റ്റേർഡ് മറക്കരുത്. രജിസ്റ്റേർഡും അൺരജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് GST രജിസ്ട്രേഷൻ എടുക്കണേന് ചില സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 22, 24 ഒക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ലക്ഷത്തിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ വരുന്ന ആൾക്കാരെ എന്തായാലും രജിസ്ട്രേഷൻ വേണം. ചില ഗുഡ്സും ചില സർവീസും കൊടുക്കുന്ന ആൾക്കാരെ എന്തായാലും GST രജിസ്ട്രേഷൻ നമ്പർ എടുക്കണം. അങ്ങനെ ചില സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന സപ്ലയർ രജിസ്റ്റേർഡ് പേഴ്സൺ ആവട്ടെ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാത്തതാവട്ടെ, റിസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആവട്ടെ രജിസ്റ്റേർഡ് അല്ലാത്തതാവട്ടെ, എങ്കിൽ ഈ പറയുന്ന നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഗുഡ്സും സർവീസും കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ റിസിപ്പിയന്റ് ആണ് എന്ത് പറയാ ടാക്സ് കൊടുക്കുക. അതിനാണ് പറയാ RCM, റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് മേ നോട്ടിഫൈ, ഗവൺമെന്റ് സെക്ഷൻ 9 സബ്സെക്ഷൻ 4 പ്രകാരം ഗവൺമെന്റ് കുറച്ച് ഗുഡ്സും സർവീസും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയും ഈ പറയണ റിസിപ്പിയന്റ് തന്നെയാണ് ടാക്സ് അടയ്ക്കുക. പക്ഷേ 9 സബ്സെക്ഷൻ 3 നിന്ന് 9 സബ്സെക്ഷൻ 4 ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്നത് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ക്ലാസ് ഓഫ് രജിസ്ട്രേഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ, എന്താണ് പറയുന്നത്, ക്ലാസ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ഈ റിസിപ്പിയന്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള. റിസിപ്പിയന്റ് എന്ന് പറയുന്നത് ആരാണോ ഗുഡ്സും സർവീസും എടുക്കുന്നത്. ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് ഇവിടെ എഴുതിച്ചിട്ടുണ്ട് റിസിപ്പിയന്റ് ആണ് കേട്ടോ, REC റിസിപ്പിയന്റ്. അപ്പൊ റിസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം ഈ പറയുന്ന സെക്ഷൻ 9 സബ്സെക്ഷൻ 4. റിസിപ്പിയന്റ് ആരായിരിക്കണം, രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. ഇനി കാറ്റഗറീസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഏതൊക്കെ കാറ്റഗറി ഗുഡ്സ് ആണ് സർവീസ് ആണ് എന്നുള്ളത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ കാറ്റഗറി ആണ് ഗുഡ്സ് സർവീസ് സെക്ഷൻ 9 സബ്സെക്ഷൻ 4 വരാം എന്ന് പറഞ്ഞിട്ടായിരിക്കും. എങ്കിൽ RCM റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലൈ ചെയ്യേണ്ടി വരും. റിസിപ്പിയന്റ് ആയിരിക്കും ഇവിടെ ടാക്സ് അടക്കേണ്ടി വരാം. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 9 സബ്സെക്ഷൻ 3നെ സെക്ഷൻ 9 സബ്സെക്ഷൻ 4 എത്തുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതുമാണ്. എന്താണ് 9
3-ല് സപ്ലയർ ആവട്ടെ റിസിപ്പിയന്റ് ആവട്ടെ രജിസ്റ്റേർഡ് പേഴ്സൺ ആവണമെന്നോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആവാണ്ടിരിക്കണമെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് 9 സബ്സെക്ഷൻ 4-ല് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന റിസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആവണം, മസ്റ്റ് ആണ്. റിസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആവണം. ദെൻ സപ്ലയർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. URP അൺരജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പൊ എന്താണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 4-ല് പറയുന്നത്? ഈ സെക്ഷനിൽ പറയുന്ന കൺസെപ്റ്റ് സപ്ലയർ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ചില ഗുഡ്സും സർവീസസും ഈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരു റിസിപ്പിയന്റിന് സപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കേസിൽ എന്താ സപ്ലയർ എന്താണ് റിസിപ്പിയന്റ് ആണ് GST അടയ്ക്കാൻ ബാധ്യസ്ഥൻ. ഇതാണ് 9 സബ്സെക്ഷൻ 3-യും 9 സബ്സെക്ഷൻ 4-ന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ സെക്ഷൻ 9 സബ്സെക്ഷൻ 1-ഉം 2-ലും സപ്ലയർ ആണ് ടാക്സ് എന്ത് ചെയ്യുക അടയ്ക്കുക ഡിപ്പാർട്ട്മെന്റിന്, ഗവൺമെന്റിന്. നേരെ മറിച്ച് 9 സബ്സെക്ഷൻ 3-ലും 4-ലും റിസിപ്പിയന്റ് ആണ് ടാക്സ് അടയ്ക്കുക. അതിനെ പറയുന്നതാണ് RCM. ഇവിടെ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ഇവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇവിടുത്തെ പ്രത്യേകത സപ്ലയറും റിസിപ്പിയന്റും രജിസ്റ്റേർഡ് ആവണമെന്നോ അൺരജിസ്റ്റേർഡ് ആവണമെന്നോ നിർബന്ധമൊന്നുമില്ല. പക്ഷേ 9 സബ്സെക്ഷൻ 4-ല് വരുമ്പോൾ സപ്ലയർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആവണമെന്നും മസ്റ്റ് ആണ്. ഈ പറയുന്ന റിസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആവണമെന്നും മസ്റ്റ് ആണ്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൂവിങ് ടു ലാസ്റ്റ് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 എന്താണ് അവിടെ? ഈ പറയുന്ന ആദ്യത്തെ രണ്ടെണ്ണം ഫോർവേഡ് ചാർജ് മെക്കാനിസം ആണ്. ഫോർവേഡ് ചാർജ് സപ്ലയർ ആണ് അടയ്ക്കുക. 3-യും 4-ഉം റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ്. ഇത് രണ്ടിലും വരാത്ത, ഈ 4 വരാണ്ട് ഫോർവേഡും അല്ല റിവേഴ്സ് ചാർജ് അല്ലാത്ത ഒരു സംഭവമാണ് ലാസ്റ്റ് സെക്ഷൻ 9 സബ്സെക്ഷൻ 5-ല് വരുന്നത്. എന്താ സംഭവം നമുക്ക് നോക്കാം. ഗവൺമെന്റ് മേ നോട്ടിഫൈ കാറ്റഗറി ഓഫ് ഇക്കോ മീൻസ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഷോർട്ടാക്കി പറഞ്ഞിരിക്കുകയാണ്. ഇ-കോമേഴ്സിനെയാണ് ഞാൻ ഇക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇ-കോമേഴ്സ് ആൻഡ് സപ്ലൈ വേർ ഇ-കോമേഴ്സ് ഈസ് ലയബിൾ ടു പേ GST. ഇതെന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? പല കേസസ് ഉണ്ട് നമുക്കറിയാം. ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണ്, അവരാണല്ലോ നമ്മൾ ഇ-കോമേഴ്സ് എന്ന് പറയാം. ഗവൺമെന്റ് മേ നോട്ടിഫൈ കാറ്റഗറി ഓഫ് ഇ-കോമേഴ്സ്. എന്താണ് ഗവൺമെന്റ് ഇ-കോമേഴ്സിന് ചില കാറ്റഗറീസ് വെച്ചിട്ടുണ്ട്. ഇ-കോമേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കറിയാം ഓൺലൈനായിട്ട് അല്ലേ, ഊബർ ടാക്സി, അതേപോലെ തന്നെ ഓല, ദെൻ എന്താണ് ഇങ്ങനെ പല പല ഓൺലൈൻ ആയിട്ടുള്ള സർവീസസ് കൊടുക്കുന്നുണ്ട്. ഹോട്ടൽസ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, ഇതേപോലെയുള്ള ടാക്സി സർവീസസ് ഉണ്ട്. ഇവിടെയൊക്കെ ഈ പറയുന്ന ഊബർ ആവട്ടെ ഓല ആവട്ടെ ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ഏജന്റ് ആണ്. അപ്പോ ശരിക്കും അവിടെ എന്താണ് നടക്കുന്നത്? നമ്മൾ ഈ ഒരു പോയിന്റ് ആണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ പറയുന്ന 5th കേസിൽ എന്താ നടക്കുന്നത്? ഡീറ്റെയിലോട്ട് പോവാണെങ്കിൽ ഈ പറയുന്ന ഇ-കോമേഴ്സ് കമ്പനി ഒരു ഏജന്റ് ആണ്. ഇപ്പൊ ഊബറിന്റെ കേസ് എടുക്കാം. എന്താണ് നടക്കുന്നത്? എനിക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ പോകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണോ ആദ്യം തന്നെ? ഞാൻ ആദ്യം തന്നെ എൻ്റെ മൊബൈൽ എടുത്ത് ഓൺലൈനായിട്ട് ഊബറിന്റെ ആപ്പ് എടുത്ത് എന്താണ് ബുക്കിംഗ് കൊടുക്കുകയാണ്. അപ്പൊ നേരെ ഇതായിരിക്കാം പോവാ. ആദ്യം ഊബർ എന്ന് പറയുന്ന ഒരു ഏജന്റാ ആപ്പിലോട്ട് പോയി എൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു എന്താണ് ടാക്സി ക്യാബ് ഉണ്ടാവും, അയാളുടെ കയ്യിലേക്ക് എത്തുന്നു. ഇയാള് എനിക്ക് തിരിച്ച് കോൾ വരുന്നു. എന്നിട്ട് എവിടേക്കാണ് പോകാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനാണ് റിസിപ്പിയന്റ്, സർവീസ് കിട്ടുന്ന ആൾ ഞാനാണ്. ശരിക്കുള്ള ഈ ടാക്സിയുടെ ഓണർ എന്ന് പറയുന്നത് ഒരു എക്സ് അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ. ഞങ്ങളുടെ രണ്ടിന്റെയും ഇടയിലാണ് ഈ ഇ-കോമേഴ്സ് കമ്പനി ഊബർ വന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ എന്താണ് റിസിപ്പിയന്റ് ഞാനാണ്, ഓണർ വേറെ ആളാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറെ ആൾ കളിക്കുന്നുണ്ട്. ഇങ്ങനെ കളിക്കണ ആളെയാണ് നമ്മൾ ഇ-കോമേഴ്സ് കമ്പനി എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഇവര് രണ്ടും അല്ല ടാക്സ് അടയ്ക്കേണ്ടവരാ, ഈ ഇ-കോമേഴ്സ് കമ്പനിയാണ്. അതെന്ന് പറയുന്നത് ഇ-കോമേഴ്സ് കമ്പനി ഈസ് ലയബിൾ ടു പേ GST. അവരാണ് ടാക്സ് അടയ്ക്കേണ്ടവർ. ആര്? ഊബർ. ഇവരെ പറയുന്ന പേരാണ് ഡീംഡ് സപ്ലയർ. ഇതാണ് ഡീംഡ് സപ്ലയർ. ശരിക്കും ഇവര് ഇടനിലക്കാരാണ്. അപ്പൊ ഇവരാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടവരാ? ടാക്സ് അടയ്ക്കേണ്ടവരാ. അപ്പോ ഈ പറയുന്ന സപ്ലൈ ഞാൻ റിസിപ്പിയന്റ്, എനിക്ക് വേണ്ടിയിട്ട് ഓണറായിട്ടുള്ള ഒരാൾ, ടാക്സി ഓണറായിട്ടുള്ള ഒരാള് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോ നമ്മൾ ഇവിടെ പഠിച്ചു സപ്ലയർ അടയ്ക്കുന്നതിനെ ഫോർവേഡ് ചാർജ് എന്നും റിസിപ്പിയന്റ് അടയ്ക്കുന്നതിനെ
റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു. നേരെ മറിച്ച് 9 സബ്സെക്ഷൻ 5 ഇത് രണ്ടുമല്ല, ഡീംഡ് സപ്ലയർ ഇതിന്റെ ഇടയിലുള്ള ഈ ഏജന്റ് ഈ കൊമേഴ്സ് കമ്പനിയാണ് ടാക്സ് അടയ്ക്കേണ്ടവരാ. ഇങ്ങനെ നമുക്ക് ലെവി ആൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 9 ഓഫ് CGST ആക്ട് 2017 പഠിക്കാനുള്ളത്. ഹൂ ഈസ് ലൈബിൾ ടു പേ ടാക്സ്, ആരാണ് GST അടയ്ക്കാൻ ബാധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ അതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യണു. നമ്പർ 1 ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ GST ചാർജ് ചെയ്യുന്നു ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുമ്പോൾ എക്സെപ്റ്റ് ആൽക്കഹോളിക് എന്താണ് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ മാക്സിമം റേറ്റ് പറഞ്ഞു. ആസ് യൂഷ്വൽ ഫോർവേഡ് ചാർജ് പ്രകാരം ആരാണ് അടയ്ക്കുക, നമ്മുടെ സപ്ലൈർ തന്നെ അടയ്ക്കുന്നു. പെട്രോളിയം പ്രൊഡക്റ്റിമേ ആണെങ്കിലും അതിനെ പല കാറ്റഗറീസ് ഉണ്ട്. CDPNA ക്രൂഡ് ഓയിൽ, ഡീസൽ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, ഇതൊക്കെയും അപ്പൊ ഇത് രണ്ടും ഫോർവേഡ് ചാർജ് ആണ്, ഫോർവേഡ് ചാർജ് മെക്കാനിസം. 9 സബ്സെക്ഷൻ 3 9 സബ്സെക്ഷൻ 4 പറയണത് എന്താ, റിസിപ്പിയന്റ് ഈസ് ആക്ച്വലി ലൈബിൾ ടു പേ ടാക്സ്. റിസിപ്പിയന്റ് ആണ് അവിടെ അടയ്ക്കേണ്ടി വരാ. അപ്പോൾ ഏതൊക്കെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏതൊക്കെ സർവീസ് കൊടുക്കുമ്പോഴാണ് റിസിപ്പിയന്റ് അവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരാ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് നോക്കി നമ്മൾ മനസ്സിലാക്കണം. ദെൻ ഈ ഒരു 3നെ 4 ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്നത് എന്താണ്, ഇവിടെ സപ്ലയറും റിസിപ്പിയന്റും രജിസ്റ്റേർഡ് പേഴ്സൺ ആവണമെന്നോ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആവണമെന്നില്ല, ആരാണെങ്കിലും. പക്ഷേ ഈ കേസിൽ 4 വരുമ്പോ റിസിപ്പിയൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആവണം, സപ്ലയർ മസ്റ്റ് ബി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആവണം. അപ്പോൾ ഇത് രണ്ടും റിവേഴ്സ് ചാർജ് RCM ആണ്, ഇത് രണ്ടും ഇവിടെ ഫോർവേഡ്. ഈ രണ്ടും അല്ലാണ്ട് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 വരുമ്പോ ഇ കോമേഴ്സ് കമ്പനി ഡീംഡ് സപ്ലയർ ആയിട്ടുള്ള ഇ കോമേഴ്സ് കമ്പനി ഊബറിന്റെ കേസ് പറഞ്ഞു, അവരാണ് ആക്ച്വലി ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഫുൾ ഡീറ്റെയിൽസ്. ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഈ സെക്ഷൻ, ഇനി ഈ ഓരോ സെക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് പോകണം. അപ്പൊ ഞാൻ ഇത്രത്തോളം ടൈം വേണ്ടി വരുന്ന വിചാരിച്ചുള്ള ഒരു ഇൻട്രോക്കി. അപ്പോൾ ഇന്ന് ഞാൻ ഈ സെക്ഷൻ 9 സബ്സെക്ഷൻ 1 2 3 4 5 പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ചാർജ് ഉണ്ട്, ദെൻ ഈ കോമേഴ്സ് കമ്പനിയുടെ കാൽക്കുലേഷൻസ് ഉണ്ട്, പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന 5 സെക്ഷൻസ് 1 by 1 ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോൾ ടൈം എന്താണ് ഓൾറെഡി കുറച്ച് കൂടിയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വന്നു തുടങ്ങി, അതുകൊണ്ട് തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ബുക്ക് വായിക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ വരും, ഞാൻ പരമാവധി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡയഗ്രാമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിൻ്റെ മറുപടി അപ്പോൾ തന്നെ ഞാൻ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, so this is Kiran CS signing off. Have a nice day. Thank you.